നിങ്ങളെ തൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. കാരണം ഞങ്ങൾ ഓതുന്ന ആയത്തിൽ തദൂഹും നിങ്ങളവരെ വിളിച്ചാൽ ലാ യസ്മഊ ദുആഅക്കും. അതെ, വലോ സമയവും മസ്തജാബുലക്കും അതിന്റെ പരിധിയിൽ ജിന്ന് പെടുന്നതിന് ഇതുവരെ പറഞ്ഞിരുന്നു. ഇപ്പോ ജിന്ന് പെടൂല എന്നുള്ളടത്ത് എത്തിയിട്ടുള്ളത്. ഓല് പറയാ നമ്മളെ വാദം മൺമറഞ്ഞു പോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ ജിന്ന് പെടുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. മൗലവി ജീവിച്ചിരിക്കുന്ന ജിന്ന് പെടുവോ പെടൂല എന്ന വിഷയത്തിലാണ് തർക്കം. മനസ്സിലായില്ല? ജീവിച്ചിരിക്കും മരിച്ച ജിന്നിനോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതല്ല. ജിന്ന് എന്നത് അദൃശ്യമാണ്, അഭൗതികമാണ്. ജിന്ന് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത കാര്യം അത് അഭൗതികമാണ്. ആ നിലയ്ക്ക് ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അതിനാണ് ഇസ്തിഗാസ പറയുന്നത്, അതാണ് ശിർക്ക്. അതുകൊണ്ട് തന്നെ അഭൗതികമായ നിലക്ക് ഗുണം ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങളെ തൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. മനസ്സിലാക്കണം. അഭൗതികമായ നിലക്ക് അബ്ദുൽ ഹക്ക് സുലൈമിന്റെ പുസ്തകം നമ്മൾ എടുത്തിട്ടുണ്ട്. മരിച്ചുപോയവരോട് തേടുന്നത് മാത്രമല്ല ശിർക്ക്, മറിച്ച് അഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ശിർക്ക, ജിന്നിനോട് ചോദിച്ചാലും ശിർക്ക, അത് മലക്കിനോട് ചോദിച്ചാലും ശിർക്ക. ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത്. കാരണം ജിന്ന് അദൃശ്യമാണ്, ജിന്ന് അഭൗതികമാണ്. അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ 6ാമത്തെ വളവെന്ന് പിന്നെ ബസിന്റെ ബ്രേക്ക് പൊട്ടി അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഇതുവരെ കുഞ്ഞീതുമതിന് പറഞ്ഞത്. പാവം കുഞ്ഞീതുമന് മരിച്ചു പോയപ്പോൾ നിങ്ങൾ വാദം മാറ്റി. നിങ്ങൾ പറഞ്ഞു 6ാമത്തെ വളവെന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കയ്യിൽ അപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നത് ശിർക്കാവുള്ളൂ. അപ്പൊ ജിന്നുകളുടെ കയ്യിൽ പെട്ടത് ചോദിച്ചാലോ പ്രശ്നമല്ല എന്നിടത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീഫ കായക്കൊടി ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോടെ എഴുതേണ്ടി വന്നത്. നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ്? അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിൽ ജിന്ന് പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൗഹീദ് പൊളിയുമെന്ന്. നിങ്ങൾക്ക് ധൈര്യം എഴുതി മുജാഹിദികൾ തൗഹീദ് എന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമ്മളെ തൗഹീദിലേക്ക് വരാം. പിന്നെ അത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് ശിർക്കല്ല, യാ ഇബാദല്ലാഹ് എന്ന് ശിർക്കല്ല എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും മുഖ്യമായ കാരണം, ഇപ്പോഴും ബാലുശ്ശേരിയൊക്കെ തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാമിങ്ങൾ ചെയ്തു ശിർക്ക് ചെയ്തു എന്ന് വരും. ആ യാ ഇബാദല്ലാഹ് എന്ന് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാമിങ്ങൾ ചെയ്തത് ശിർക്കാണെന്ന് പറയാൻ നമ്മളെ കിട്ടുകയില്ല എന്നാണ്. അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകളെങ്കിലും അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട്. ഇമാമികളൊന്നും ചാർത്ത് പോയിട്ടില്ല, ഇമാമികളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യാ ഇബാദല്ലാഹ് എന്നത് ചെയ്തു, അത് ഇമാമിങ്ങൾ ചെയ്തു എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാമികൾ ഒരിക്കലും ശിർക്ക് ചെയ്യൂലല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്തത് ശിർക്കല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ വാദത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു. എന്നാൽ പൊന്നു മുജാഹിദീങ്ങളെ, നിങ്ങളോട് നമ്മൾ പറയട്ടെ, ഇമാമിങ്ങൾ ഒരുപാട് ജാറത്തുകൾ പോയത് ഞങ്ങൾ കാണിച്ചരാ, സഹാബികൾ പോയത് കാണിച്ചരാ, അതിന് താബീങ്ങൾ പോയത് കാണിച്ചരാ, 14 നൂറ്റാണ്ട് വരെ ഉള്ളത് കാണിച്ചരാ. എന്നാൽ നിങ്ങൾ ആ വാദം തിരുത്താൻ തയ്യാറാണോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കണ്ട, നമുക്കും കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കായക്കൊടിയെ നേരിടാം.